അസ്സലാമലൈക്കും. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ മുന്നിൽ വരുന്നത് എൻ്റെ ഈ 3 മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും എനിക്ക് കഴിവില്ല. എൻ്റെ ഭർത്താവ് സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യാന്ന് പറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാണ്. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിച്ചു തരണം. പിന്നെ എന്താ പറയണ്ടേ അറിയില്ല. ഞാൻ കുറേ ദിവസമായി മാനിക്കാൻ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. എൻ്റെ ഈ നിവർത്തിയിടുകൊണ്ട് ഭക്ഷണം കൂടി കൊടുക്കാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചു വരുത്തിയതാണ്. എന്താണ് ഞാൻ ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് ചെയ്യണ്ടേന്ന് അറിയില്ല. എന്നെ കൊണ്ട് വേറെ നിവർത്തിയില്ല. എന്താണ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. എനിക്ക് സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗമോ എനിക്ക് ചെറിയ മോനിട്ടിട്ട് ഒരു പണിക്ക് പോകാനോ എനിക്കിങ്ങനെ ബ്ലഡ് കുറയുന്ന ഒരിതുണ്ട്. അതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. ഹലോ, അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. ബുള്ളറ്റുമാനുമാണ്. മണ്ണാർക്കാട് കൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ താത്തി 3 മക്കളും എന്നെ ഈ വലിയ മോളൊക്കെ കുറച്ച് ദിവസമായിട്ട് വിളിക്കുന്നുണ്ട് മനക്കൊന്ന് വരികയെന്ന്. അപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ അവസ്ഥ വളരെ മോശമാണ്. 3 മക്കൾക്കും നല്ലൊരു ഭക്ഷണം കഴിക്കാനില്ല. ഭർത്താവ് ഇവിടെ വീട്ടിൽ സുഖമില്ലാതെ ജോലിക്കൊന്നും പോകാതെ കിടക്കുകയാണ്. കിടപ്പില്ല, നല്ല ആരോഗ്യകരമായിട്ട് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഈ 3 മക്കളായിട്ട് ഈ 3 മക്കൾ ഓർത്തിട്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ താത്താക്ക് കുട്ടികളൊന്ന് ചെയ്തു കൊടുക്കണം എന്നുള്ളത് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ മോളൊക്കെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മാൻകാക്ക ഞങ്ങളൊന്ന് സഹായിക്കണം, അതിനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നോട് പറയുമ്പോൾ നമുക്ക് നമ്മളെ മക്കളെ ഓർത്തിട്ട് ഈ കുഞ്ചു പൈതലിൻ്റെ മുഖത്ത് ഓർത്തിട്ട് നിങ്ങളാൽ കഴിയുന്ന ചെറിയ സംഖ്യ നിങ്ങൾ അയച്ചു കൊടുക്കണം എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.